ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ കറി ഉണ്ടാക്കിയാലോ. അത് നല്ല പർപ്പിൾ കാബേജും ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു കഷ്ണം കാബേജ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കാബേജിൻ്റെ പകുതിയാണ് കേട്ടോ ഇത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അതും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്താണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ കാബേജിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 കറിവേപ്പിലയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ തേങ്ങയും നമ്മുടെ ഉപ്പും എല്ലാം കൂടി ഈ കാബേജിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് ഞെരടി കൊടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടുള്ള പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേറെ വെള്ളമൊന്നും ചേർത്തല്ല നമ്മൾ തോരൻ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചോട്ടിൽ പിടിച്ചു പോകും. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന കാബേജിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാബേജിന് ഒരുപാട് വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തോരൻ തയ്യാറായി കിട്ടും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റെങ്കിലും ആകുമ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. കാരണം തോരനായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. Thank you for watching.